നമുക്കിന്നൊരു 4 മണി ചായക്കടി റെഡിയാക്കിയെടുക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരേണ്ട സമയമാകുമ്പോഴേക്കും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ പുഴുങ്ങലരി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. 1 മണിക്കൂർ നേരം ഞാനിത് കുതിർത്തെടുത്തിട്ടുള്ളൂ. ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം അധികം ആവരുത്. വെള്ളം അധികം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉരുട്ടിയെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അഥവാ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം അധികമായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിനെ നമുക്ക് ചെറു ഉരുളകളാക്കി എടുക്കാം. പാത്രത്തിൽ ഒരല്പം വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായതും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ്, 2 പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന അരി ഉരുള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവ് കുറയ്ക്കണേ. കടകളിൽ നിന്ന് മേടിക്കുന്ന പലഹാരത്തിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഇതുപോലെ വീട്ടിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈ മഴക്കാലത്ത് ഇങ്ങനൊരു പലഹാരവും ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ കാര്യം സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.